നമസ്കാരം. ഇന്ന് ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകളെ വേട്ടയാടുന്ന ഒരു നിശബ്ദ കൊലയാളിയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ്. നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയാണിത്. നമ്മുടെ ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് പ്രമേഹം ഉണ്ടാകുന്നത്. അമിതമായ ദാഹം, ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക, കാഴ്ചമങ്ങൽ, മുറിവുകൾ ഉണങ്ങാനുള്ള താമസം എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇതിനെ കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഹൃദയം, വൃക്ക, കണ്ണ് എന്നിവയുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. മരുന്നുകൾക്കൊപ്പം തന്നെ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഏറ്റവും ആവശ്യം. പ്രമേഹത്തെ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ടും 5 ഒറ്റമൂലികൾ കൊണ്ടും എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതും നാരുകൾ കൂടിയതുമായ ഭക്ഷണങ്ങൾ ശീലമാക്കുക. ഭക്ഷണത്തിൽ തവിടുള്ള അരി, ഓട്സ്, പയർവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. ദിവസവും കുറഞ്ഞ 40 മിനിറ്റെങ്കിലും വേഗത്തിൽ നടക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോൺ കൂടും. ഇത് ഷുഗർ ലെവൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ യോഗയും മെഡിറ്റേഷനും ശീലമാക്കുന്നത് ഇത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഉലുവ വെള്ളം. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ഗാലക്ടോമാനൻ എന്ന നാരുകൾ രക്തത്തിലേക്ക് പഞ്ചസാര ആഗിരണം ചെയ്യുന്നത് സാവധാനത്തിലാക്കുന്നു. 2 ടീസ്പൂൺ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിൽ രാത്രി കുതിർക്കാൻ വയ്ക്കുക. രാവിലെ ഈ വെള്ളം അരിച്ചെടുത്ത് വെറും വയറ്റിൽ കുടിക്കുക. ആ ഉലുവ ചവച്ചരച്ച് കഴിക്കുന്നതും ഗുണകരമാണ്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ പോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഘടകങ്ങൾ കറുവപ്പട്ടയിലുണ്ട്. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കുക. രാവിലെയും വൈകുന്നേരവും ഇത് ചായ പോലെ കുടിക്കാം. എന്നാൽ ഇത് അമിതമാകാൻ പാടില്ല. വിറ്റാമിൻ സി ധാരാളമുള്ള നെല്ലിക്ക നമ്മുടെ പാൻക്രിയാസിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കും. 2 ടീസ്പൂൺ നെല്ലിക്ക നീരിൽ അല്പം ശുദ്ധമായ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ദിവസവും രാവിലെ കഴിക്കുക. പ്രമേഹമുള്ളവർക്ക് ഇൻസുലിന്റെ ഗുണം നൽകുന്ന ഒന്നാണ് കോവയ്ക്ക. 4-5 പച്ച കോവയ്ക്ക അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ച് നീരെടുക്കുക. ഇത് ആഴ്ചയിൽ 3 തവണ കഴിക്കുന്നത് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കും. പാവയ്ക്കയിൽ പോളിപെപ്റ്റൈഡ് എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട്. കുരുകളഞ്ഞ പാവയ്ക്ക അല്പം നാരങ്ങ നീരും ഉപ്പും ചേർത്ത് ജ്യൂസ് അടിക്കുക. ഇത് ആഴ്ചയിൽ ഒരിക്കൽ കുടിക്കുന്നത് രക്തം ശുദ്ധീകരിക്കാനും ഷുഗർ നിയന്ത്രിക്കാനും സഹായിക്കും.